ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ ജി എസ് ടിയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ജൂൺ മാസമായി, നമ്മൾ മെയ് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ GSTR-1 ചെയ്യേണ്ട ഡേറ്റാണ് ജൂൺ 11 ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജി എസ് ടിയുടെ സൈറ്റിൽ GSTR-1 നമ്മൾ 11 ഉള്ളിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ HSNY സമ്മറി നമ്മൾ കൊടുക്കണം. GSTR-1 ഈ HSNY സമ്മറി നമ്മൾ മുമ്പ് കൊടുത്തിരുന്നപ്പോൾ ടോട്ടൽ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അതിപ്പോൾ B2B ആണെങ്കിലും B2C ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ഓരോ HSN കോഡിൽ പെട്ട പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ടാക്സബിൾ വാല്യൂ, അത് IGST എത്രയാണെങ്കിൽ IGST, CGST ആണെങ്കിൽ CGST, SGST എത്രയാണെന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മളതിൽ മുന്നേ ഓരോ മാസവും GSTR-1 ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് ഒരു HSN കോഡ് എടുക്കുന്നു, അതിൻ്റെ ഏത് കിലോഗ്രാമിലാണോ യൂണിറ്റിലാണോ എന്നുള്ള കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നു, ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ചെയ്യുന്നു, ടാക്സബിൾ വാല്യൂ കൊടുക്കുന്നു, അതിൽ എത്രയാണ് IGST എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്, CGST എത്രയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, SGST എത്രയാണ് കളക്ട് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് സേവ് ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് B2B സെയിൽസിൻ്റെ ഒരു HSN കോഡ് B2Bയിൽ എത്ര പോയിട്ടുണ്ട്, എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, അത് എത്ര ടാക്സബിൾ എമൗണ്ട് B2Bയിൽ പോയിട്ടുണ്ട്, അതിൽ IGST എത്ര കളക്ട് ചെയ്തിട്ടുണ്ട്, CGST SGST എത്രയുണ്ട് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് സേവ് ചെയ്യണം. അതുപോലെ തന്നെ B2Cയിൽ ഈ പറഞ്ഞ പോലെ തന്നെ B2Cയിലും കാണിക്കണം. അപ്പോൾ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് HSNY സമ്മറി കാണിക്കുമ്പോൾ അത് B2Bയുടെ സ്പെഷ്യൽ സെപ്പറേറ്റ് കാണിക്കണം, B2Cയുടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. മുമ്പ് എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഇനി മുതൽ വരുമ്പോൾ HSN ഡീറ്റെയിൽസ് നമ്മൾ B2B ആൻഡ് B2C രണ്ടും രണ്ടായിട്ട് തന്നെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് KP Tax India. താങ്ക് യു.